Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ FIUGP തേർഡ് സെമസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ 2025, അതായത് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 2026 അപ്പോൾ തൊട്ട് മുൻപത്തെ വർഷം നടന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞ വർഷം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുന്നത്തെ വർഷം FIUGP തേർഡ് സെം തുടങ്ങിയിട്ടില്ല. CBCSSൻ്റെ ബാച്ചായിരുന്നു. FIUGP തുടങ്ങുന്നത് 2024 2025 രണ്ടാം വർഷമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് FIUGP എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി FIUGP കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് വേണ്ടി ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് അധികം ആമുഖങ്ങളുടെ ആവശ്യം വരുന്നില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഞാൻ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മുടെ 3 സെക്ഷൻസിലായിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. സെക്ഷൻ A, B ആൻഡ് C. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്താണ് ഒന്നാം വർഷം വിദ്യാർത്ഥികൾ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങളിപ്പോൾ രണ്ടാം വർഷത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ കൃത്യമായിട്ട് അറിയാം. 3 മാർക്ക്, അത് കൂടാതെ 3 മാർക്ക്, അത് കൂടാതെ 6 മാർക്ക്. സെക്ഷൻ Bയിൽ 6 മാർക്ക്, മൂന്നാമത്തെ സെക്ഷനായിട്ടുള്ള സെക്ഷൻ Cയിൽ 10 മാർക്കാണ്. സെക്ഷൻ A 24 മാർക്കിനാണ് സീലിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ടാവും. 24 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പാതി അറിയാണെങ്കിലും കംപ്ലീറ്റ് ആ 10 ക്വസ്റ്റ്യൻസ് ചെയ്താണെങ്കിൽ 24ൽ 24 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സഹായിക്കും അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. സെക്ഷൻ B എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് 36 മാർക്കാണ്. അവിടെ 40 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് എന്താണ് മൊത്തമായിട്ട് എഴുതിയാൽ ചില ക്വസ്റ്റ്യൻസിലൊക്കെ ചില മാർക്കുകൾ നിങ്ങൾക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റ് ക്വസ്റ്റ്യൻസിൽ മറ്റ് നിങ്ങൾ എഴുതിയ ആൻസറും കൂടി എന്താണ് അതിലേക്ക് ഇങ്ങോട്ടേക്ക് ആഡ് ആവും. അപ്പം ഫുൾ മാർക്ക് നിങ്ങൾക്ക് 36, 24, 60 മാർക്ക് തന്നെ നിങ്ങൾക്ക് സീലിംഗ് വരുന്ന പോർഷനാണ്. പക്ഷേ എഴുത്തിന് നിങ്ങൾക്ക് വേഗത വേണം. അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ് അത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം എസ്സേ എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ 2 സെക്ഷനെ നിങ്ങൾക്ക് എഴുതി തീരുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂറാണല്ലോ നമ്മുടെ എക്സാമിനേഷൻ്റെ ദൈർഘ്യം എന്ന് വെച്ചാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എഴുത്ത് വേഗത വേണം. സീലിങ്ങിൻ്റെ എന്താണ് നമ്മൾ ആ ലിവറേജ് നിങ്ങൾക്ക് എന്താണ് എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം സെക്ഷൻ എയിലേക്ക് ആദ്യമായിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് ഏതാണ്? സെക്യൂർഡ്, അൺസെക്യൂർഡ്, റിഡീമബിൾ ഒക്കെ എന്താണ് പലതരം ഡിബെഞ്ചേഴ്സ് ആണ്. വേണമെങ്കിൽ ഒരു ലൈനിൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്ങും എഴുതാം. ഓക്കെ, അതിൻ്റെ ക്ലാസ് അല്ലത്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഓരോന്നും എന്താണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാൻ സാധിക്കില്ല. ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ തേർഡ് സെം FIUGP തേർഡ് സെം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ബിസിനസ് റെഗുലേഷൻ എല്ലാം എന്താണ് കിടക്കുന്നുണ്ട്, ക്ലാസ് കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പ്ലേലിസ്റ്റ്, അതായത് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൂടാതെ നിങ്ങൾക്ക് എന്താണ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അറിയിക്കുക. ഇവിടെ ഇതാണ് നമ്പർ വരുന്നത്. BRനോ അല്ലെങ്കിൽ എന്താണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനോ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യാം. അത് ചെറിയൊരു ഫീസ് നമ്മൾ എന്താണ് നോട്ടിന് ഈടാക്കുന്നത്, വളരെ ചെറിയൊരു ഫീസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് പേ ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ, അതായത് ഓക്കെ ആയ വിദ്യാർത്ഥികൾ അയക്കുക. കാര്യം നമ്മൾ ഇതിനൊക്കെ ബാച്ചസ് ക്ലാസ് പോകുന്നതാണ്. അപ്പോൾ അവർക്ക് ഫീസിൻ്റെ കൂടെയാണ് ക്ലാസ്സും ഈ നോട്ടും പോകുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് എന്താണ് വിദ്യാർത്ഥികൾക്ക്, അതായത് മറ്റ് നോട്ടുകൾ, ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്താണ് നിങ്ങളുടെ വാട്സപ്പ് ചാനലിൽ, അത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ചാനലിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ലിങ്കിൽ എന്താണ് അപ്ഡേറ്റ് ചെയ്യും. അത്തരത്തിലുള്ള ചില നോട്ടുകൾ മാത്രം എന്താണ് നമ്മൾ ബ്രീഫായ ചില നോട്ടുകൾ മാത്രമേ ചാനലിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. ബാക്കി എന്താണ് ഫുൾ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഫീസ് നിങ്ങൾ അടച്ചുകൊണ്ട് വാങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. മെൻഷൻ 6 അഡ്വാൻറ്റേജസ് ഓഫ് എ ബോണസ് ഇഷ്യൂ ടു ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ഇഷ്യൂ കാരണം ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുന്ന 6 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് എന്താണ്
ഷെയർ ഹോൾഡേഴ്സ് റിസീവ്സ് അഡീഷണൽ ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ് എന്നുള്ളതാണ്. ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ലഭിക്കുന്നു. ഇൻക്രീസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ്, കൂടുതൽ ഷെയർ അവർക്ക് കിട്ടുന്നു. ഇംപ്രൂവ്സ് ദ മാർക്കറ്റബിലിറ്റി ആൻഡ് ലിക്വിഡിറ്റി ഓഫ് ഷെയർ, ഷെയറിൻ്റെ മാർക്കറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റ്സ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഇത് കൃത്യമായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. മെയിൻറ്റെയിൻസ് ദ പ്രൊപ്പോർഷനേറ്റ് ഓണർഷിപ്പ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ഓണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഫ്യൂച്ചർ ഡിവിഡൻഡ് ഇൻകം മേ ഇൻക്രീസ് ഇഫ് പ്രോഫിറ്റ് ഇൻക്രീസ് എന്നുള്ളതാണ്. ഫ്യൂച്ചർ ഡിവിഡൻഡ് ഇൻകം ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താണ് ആൻസർ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതുപോലത്തെ അഡ്വാൻറ്റേജസും എന്താണ് ബോണസ് ഷെയറോ റൈറ്റ് ഷെയറോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കുക. പിന്നെ നമ്മുടെ എന്താണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ഒക്കെ ചാനലിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആൻഡ് ബൈബാക്ക് ഓഫ് ഷെയർ. ഇപ്പോൾ റിഡംഷനും ബൈബാക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്നുള്ളതാണ്. ബൈബാക്ക് എന്ന കമ്പനി തന്നെ തിരിച്ചു വാങ്ങാണ്. റിഡംഷൻ എന്ന് വെച്ചാൽ ഒരു ടൈം കഴിയുമ്പോൾ റിഡീം ചെയ്യുക ചെയ്യുക, അതും തിരിച്ച് വാങ്ങൽ തന്നെയാണ്. പക്ഷെ എന്താണ് അതിൻ്റെ ടെക്നിക്കൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇവിടെ. റിഡംഷനും ബൈബാക്കും നിങ്ങളിങ്ങനെ അധികം രണ്ട് ഒരു ടേബിളായിട്ട് എഴുതുന്നതായിരിക്കും നന്നാവുക. അപ്ലൈസ് ഓൺലി ടു റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. റിഡംഷൻ റിഡീമബിൾ പ്രിഫറൻസ് ഷെയറിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എല്ലാ തരത്തിലുള്ള ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയറുകൾക്ക് ബൈബാക്ക് ഉണ്ടാവും. ഷെയർസ് ആർ റിഡീംഡ് അറ്റ് മെച്യൂരിറ്റി ടൈം വരുമ്പോഴാണ് ഷെയർ റിഡീം ചെയ്യുക. കമ്പനി പർച്ചേസസ് ഇറ്റ്സ് ഓൺ ഷെയർ വോളണ്ടറിലി, കമ്പനി വോളണ്ടറി ആയിട്ട് വാങ്ങും. അതിന് മെച്യൂരിറ്റി ഡേറ്റ് ഒന്നും കമ്പനി കണക്കാക്കില്ല. ഗവേൺഡ് ബൈ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റിഡംഷൻ, അപ്പോൾ അതിന് ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്, പല നൂലാമാലകൾ അല്ലെങ്കിൽ നിയമാവലികളുണ്ട്. പ്രൊവിഷൻസ് എന്ന് വെച്ചാൽ അത് എന്താണ് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് റിഡംഷൻ നടത്തുക. ഇത് എന്താണ് കമ്പനീസ് ആക്ട് ആണ് ഇതിൻ്റെ പ്രൊവിഷൻസ് പറയുന്നത്. റിക്വയർസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇൻ സർട്ടൺ കേസസ്, ഇവ റിഡീം വേണമെങ്കിൽ നമുക്ക് CRR അക്കൗണ്ട് വേണം എന്നുള്ളതാണ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് വേണം. ഹാസ് ലിമിറ്റ്സ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതിനും ഒരു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഒക്കെ എന്താണ് ലിമിറ്റ്സ് ബൈബാക്ക് ഓഫ് ഷെയർസിന് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4 വളരെ സിമ്പിൾ ആയിട്ടുള്ള CFS എന്താണെന്നുള്ളത്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൂടാതെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് അതൊക്കെ നിങ്ങളടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിനേഷന്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ പാരൻറ്റ് കമ്പനി. പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനി എന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് നിന്നാണ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതും ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ പാരൻറ്റ് കമ്പനി ആൻഡ് ഇറ്റ് സബ്സിഡറീസ് പ്രസൻറ്റഡ് ആസ് ഇഫ് ദേ വെർ സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി. They combine the assets, liabilities, income and expenses of all group companies after eliminating intercompany ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പം എന്താണ് നമ്മുടെ പാരൻറ്റ് കമ്പനിയുടെയും ഈ പറഞ്ഞ സബ്സിഡറി കമ്പനീസിനെയും ഒരു സിംഗിൾ എക്കണോമിക് എൻറ്റിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ഇറക്കുന്ന ഒരു കോമൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. ദേ കമ്പൈൻ അസറ്റ്, ലയബിലിറ്റീസ്, ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഓഫ് ഓൾ ഗ്രൂപ്പ് കമ്പനീസ് ആഫ്റ്റർ എലിമിനേറ്റിംഗ് ഇന്റർ കമ്പനി ട്രാൻസാക്ഷൻസ്. ഇന്റർ കമ്പനി അതായത് ആ കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് അസറ്റും ലയബിലിറ്റിയും ഇൻകം എക്സ്പെൻസ് ഒക്കെ കമ്പൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നീട് എന്താണ് 5 ഫീച്ചേഴ്സ്. ലൈഫ് ഇൻഷുറൻസിന് 5 ഫീച്ചേഴ്സാണ്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡെത്ത്, എന്താണ് ഡെത്തിന് അഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പ്രീമിയം ഇസ് പെയ്ഡ് പീരിയോഡിക്കലി, പ്രീമിയം എന്താണ് പീരിയോഡിക്കലി പേ ചെയ്യുന്നുണ്ട്. കണ്ടെയ്ൻസ് ആൻ എലമെൻറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, സേവിങ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എലമെൻറ്റ് അതിൽ വരുന്നുണ്ട്. പോളിസി എമൗണ്ട് ഇസ് പേയബിൾ ഓൺ ഡെത്ത് ഓർ മെച്യൂരിറ്റി, പോളിസി എമൗണ്ട് എന്താണ് ഡെത്തിന് അല്ലെങ്കിൽ മെച്യൂരിറ്റിയാണ് പേയബിൾ ആയി വരുന്നത്. അത് കഴിഞ്ഞാൽ ഡിഫൈൻ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. എന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്? റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഇസ് ദ പോർഷൻ ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് പോർഷൻ ഓഫ് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് എന്താണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, വിച്ച് റിലേറ്റ്സ് ടു ദ അൺഎക്സ്പയർഡ് പീരീഡ്സ് ഓഫ് ബിൽസ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് അക്കൗണ്ടിങ് ഇയർ. ഇറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. ഇപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിബേറ്റ് ആണ്. എത്തരത്തിലുള്ള ഡിസ്കൗണ്ടിങ് ആണത്? അഡ്വാൻസിന് കിട്ടുന്ന ഡിസ്കൗണ്ടാണ്. അത് അൺഎക്സ്പയർഡ് പീരീഡിലാണ് വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ട്രീറ്റഡ് ആസ് എന്താണ്? അത് ലയബിലിറ്റി ആണ്, ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് എന്താണ്? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷെയർ പ്രീമിയം ആൻഡ് ഷെയർ ഡിസ്കൗണ്ട്. ഷെയർ പ്രീമിയം എന്താണ്? എമൗണ്ട് റിസീവ്ഡ് എബവ് ദ ഫേസ് വാല്യൂ ആണെങ്കിൽ, എമൗണ്ട് ബിലോ ദ ഫേസ് വാല്യൂ ആണ് ഷെയർ ഡിസ്കൗണ്ട്. ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റഡ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് അക്കൗണ്ട് ആണ്. ഷെയർ പ്രീമിയം എന്താണ്? ക്രെഡിറ്റഡ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ആണ്. ഇത് എന്താണ്? ഡെബിറ്റഡ് ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഷെയർ പ്രീമിയം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഷെയർ ഡിസ്കൗണ്ട് ക്യാപിറ്റൽ ലോസ് ആണ്.
ഷെയർ പ്രീമിയം അലൗഡ് അണ്ടർ കമ്പനീസ് ആക്ട് ആണെങ്കിൽ ഷെയർ ഡിസ്കൗണ്ട് ജനറലി പ്രോഹിബിറ്റഡ് എക്സെപ്റ്റ് സ്പെസിഫൈഡ് കേസസ് ആണ്. ഇനി അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ഡിഫൈൻ ക്യാപിറ്റൽ റിസർവ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൺസോൾട്ടേഷൻ. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് കൺസോൾട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ക്യാപിറ്റൽ റിസർവ് ഇൻ കൺസോൾട്ടേഷൻ റെഫേഴ്സ് ടു എക്സസ് ഓഫ് പാരന്റ് കമ്പനീസ് ഷെയർ ഇൻ നെറ്റ് അസറ്റ്സ് ഓഫ് ദ സബ്സിഡറി ഓവർ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഗുഡ് വില്ലിന് പകരം ഉണ്ടാവുന്നതാണ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, അതായത് ഗുഡ് വിൽ നമുക്കറിയാമല്ലോ, നമ്മളെന്താണ് അസറ്റ് സബ്സിഡറി കമ്പനിയുടെ അസറ്റിനെക്കാട്ടി കൂടുതലായിട്ട് പൈസ നമ്മൾ കൊടുക്കുകയാണ് അത് വാങ്ങാൻ, അപ്പോൾ ഗുഡ് വിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടാവുന്നത്. പിന്നീട് എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യേണ്ട പ്രൊസീജിയറാണ്. അതായത് ആർട്ടിക്കിൾസ് ചെക്ക് ചെയ്യുക, ബോർഡ് മീറ്റിങ്ങും നടത്തിയിട്ട് റെക്കമെൻഡേഷൻ വെക്കുക, എൻഷുർ സഫീഷ്യൻ്റ് ആയി ഫ്രീ റിസർവ് ഉണ്ടോ എന്ന് നോക്കുക, ഒബ്റ്റെയിൻ ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ, ഷെയർ ഹോൾഡറിൻ്റെ അപ്രൂവൽ ഒബ്റ്റെയിൻ ചെയ്യുക, പാസ് ബോർഡ് റെസൊല്യൂഷൻ പാസ് ചെയ്യുക, ക്യാപിറ്റലൈസ് റിസർവ്സ് ക്യാപിറ്റലൈസ് ചെയ്യുക, ഇഷ്യൂ ബോണസ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ബോണസ് ഷെയർ എന്നാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത്, പ്രൊസീജിയർ ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ. ഇനി വാട്ട് ഈസ് മെൻ ബൈ കോസ്റ്റ് ഓഫ് കൺട്രോൾ? എന്താണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ? ഓൾസോ നോൺ ആസ് ഗുഡ് വിൽ ഓൺ കൺസോൾട്ടേഷൻ ആണ്. ഇറ്റ്സ് ദ എക്സസ് ഓഫ് പർച്ചേസ് ഓഫ് കൺസിഡറേഷൻ. നമ്മൾ നേരത്തെ കണ്ട ഈ ക്യാപിറ്റൽ റിസർവിൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മളൊരു സ്ഥാപനം വാങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ അസറ്റ് ഉണ്ട്, നമ്മൾ കുറഞ്ഞ പൈസയെ കൊടുക്കുന്നുള്ളൂ, കാര്യം അവർ ഡെസ്പറേറ്റ് ആണ് ആ സ്ഥാപനം വിൽക്കാൻ. അപ്പോൾ വേണ്ടത്ര ഗുഡ് വിൽ ബാക്കിംഗ് ഇല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചില അധ്യാപകരൊക്കെ ഈ കുന്നമംഗലത്തൊക്കെ ഉള്ള മെയിൻ അധ്യാപകർ, കുന്നമംഗലം ഗവൺമെൻറ് കോളേജൊക്കെ തന്നെ നമ്മളൊരു സ്ഥലത്ത് അവരുടെ അടുത്ത് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ വളരെ ഫൂളിഷ് ആയിട്ടുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഗുഡ് വില് എന്താണ് ലയബിലിറ്റി ആണ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകർ, അവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങൾ അത്തരം ഫൂളിഷ്നെസ്സിലേക്കൊന്നും പോകാതിരിക്കുക. കാര്യം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന സീനിയറായ അധ്യാപകരാണ്. അപ്പോൾ അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ പേര് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫൂളിഷ്നെസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് അത് സ്വയം തിരുത്തുക. അവരെ തിരുത്താൻ പോയിട്ട് നമ്മൾ കാര്യം വരുന്നില്ല. കുന്നമംഗലം ഗവൺമെൻറ് കോളേജ് ഞാൻ പറഞ്ഞ കോഴിക്കോട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള സീനിയർ അധ്യാപകരുണ്ട് എന്നുള്ളതൊന്ന് അറിയിച്ചെന്നുള്ളൂ. അപ്പോൾ ഗുഡ് വിൽ ശരിക്കും ഒരു അസറ്റാണ്. അവരൊക്കെ പല ഗുഡ് വിൽ ലയബിലിറ്റി എന്നൊക്കെ പറയും പല വിഡ്ഢിത്തരങ്ങൾ വായിച്ചിട്ട്. അപ്പോൾ അതല്ല, നമ്മളത് പറയേണ്ടി വന്നത് നമ്മളെന്താണ് അത്തരം വിഡ്ഢിത്തരങ്ങൾ അവർ പറഞ്ഞത് കേട്ടിട്ടാണ്. കാര്യം അവർ പറയും, ഇപ്പോൾ ഗവൺമെൻറ് അധ്യാപകരാണെങ്കിൽ കൂടി ഇത്രയും ഫൂളിഷ്നെസ് പറഞ്ഞത് കൊണ്ടാണ്. സോ കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്താണ്, അത് ഗുഡ് വില്ലാണ്, അസറ്റാണ്. കാര്യം നമ്മളൊരു സ്ഥാപനം വാങ്ങുമ്പോൾ നമ്മൾ അതിനെക്കാട്ടും കൂടുതൽ പൈസ കൊടുക്കുന്നത് നഷ്ടമല്ല. കാര്യം ആ സ്ഥാപനത്തിൽ എന്തുണ്ട്, പ്രോഫിറ്റബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു ഗ്രാമത്തിൽ 1 കോടീൻ്റെ ഒരു 10 ലക്ഷത്തിൻ്റെ സ്ഥലം വാങ്ങുന്നത് നഗരത്തിൽ 1 കോടി കൊടുക്കണം. കാര്യം എന്താണ്, അതിന് അസറ്റ് വാല്യൂ കൂടുതലാണ്. അവിടെ ഒരു ബിൽഡിംഗ് കിട്ടുന്ന റെന്റ് കൂടുതലാണ്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു പാരഗൺ എന്ന് പറഞ്ഞ ഹോട്ടൽ കോഴിക്കോട് വാങ്ങുന്നതും ഒരു ചെറിയ ഹോട്ടൽ വാങ്ങുന്ന വ്യത്യാസമുണ്ട്. പാരഗണിന് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവൻ്റെ അസറ്റിനെക്കാട്ടും കൂടുതൽ പൈസ കൊടുത്തിട്ടേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതാണ് കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഹോൾഡിംഗ് കമ്പനീസ് ഷെയർ ഓഫ് നെറ്റ് അസറ്റ് ആണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് മോർ ദ ഡിഫറൻസ് ഈസ് ഗുഡ് വിൽ. ഇഫ് ദ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലെസ് ഡിഫറൻസ് ഈസ് ക്യാപിറ്റൽ റിസർവ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ആ ഒരു പാർട്ട് എയിൽ വരുന്നത്. ശരിക്കും നിങ്ങൾക്ക് എന്താണ് അതിൽ 24 മാർക്കാണ്. അപ്പോൾ 3 ഇൻറ്റു എത്രയാണ് 6 അല്ല സോറി 8 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ 24 മാർക്ക് കിട്ടി. പക്ഷേ ഈ 2 ക്വസ്റ്റ്യൻസും കൂടി, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് കൂടി വരുമ്പോൾ നമുക്ക് എന്താണ് ഈ എല്ലാം ഫുൾ മാർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ മിസ്സായി പോയ മാർക്കുകൾ കൂടി എന്താണ് നമ്മൾ ആഡ് ആവും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്താണ് 24 മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സീലിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. ഇനി വരുന്നത് ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് സെക്ഷൻ ബി ആണ്. അപ്പോൾ അതിൽ വരുന്നത് മോഡൽ ആൻസേഴ്സ് നമ്മൾ എന്താണ് അതിൻ്റെ സ്കീമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതിൽ എക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് ആണ്. അത് നമ്മൾ +2 ലെവൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും അത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് എക്വിറ്റി ഷെയർ ഓണർഷിപ്പ് ആണ് നമുക്കറിയാം. പ്രിഫറൻസ് ഷെയർ എന്താണ്, അതിൽ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ഡിവിഡൻഡ് ഇവർക്ക് ഫിക്സ്ഡ് അല്ല, ഇവർക്ക് ഫിക്സ്ഡ് ആണ്. പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുള്ളൂ. ബിഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും. വോട്ടിംഗ് റൈറ്റ്, ഫുൾ വോട്ടിംഗ് റൈറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ലിമിറ്റഡ് വോട്ടിംഗ് റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയി ചിലപ്പോൾ നോ വോട്ടിംഗ് റൈറ്റ്സ് ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുക. ഇനി റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണ്, റീപെയ്ഡ് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിങ് വൈൻഡിങ് അപ്പ്, റീപെയ്ഡ് ബിഫോർ എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂറിങ് വൈൻഡിങ് അപ്പ്. റിസ്ക് ഇക്വിറ്റിക്ക് ഹയർ റിസ്ക് ആണ്, പ്രിഫറൻസിന് ലോവർ റിസ്ക് ആണ്. റിട്ടേൺ എന്താണ്, ഹയർ റിട്ടേൺ ഇഫ് പ്രോഫിറ്റ്സ് ആർ ഹൈ. ഇവിടെ നിന്നാണ് ഫിക്സ്ഡ് റിട്ടേൺ ഇറസ്പെക്റ്റീവ് ഓഫ് പ്രോഫിറ്റ് ആണ്. കൺവേർട്ടബിലിറ്റി നോർമലി നോൺ കൺവേർട്ടിബിൾ ആണ്.
ഇവിടെ എന്താണ് ഇത് കൺവേർട്ടിബിൾ ആവാൻ പറ്റില്ല ഇക്വിറ്റി, പക്ഷേ ഇത് കൺവേർട്ടിബിൾ ടു ഇക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ശതമാനം നമുക്ക് തിയറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കണം, നിങ്ങൾ ഇനിയും നോക്കണം തിയറി. ചിലപ്പോൾ ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറിയൊരു പാറ്റേൺ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം അവരെന്താണ് കഴിഞ്ഞ വർഷത്തെ അതേ പാറ്റേൺ ഫോളോ ചെയ്യാനും ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്രോബ്ലം സൈഡ് നന്നായിട്ട് നോക്കുക. ഓക്കെ, അത് നമ്മളെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നിങ്ങൾ നോക്കുക, ഏതൊക്കെ പ്രോബ്ലംസ് ആണെന്നുള്ളത് അതിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എന്താണ് ഈ ഒരു നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ എന്താണ് ഉള്ള വിദ്യാർത്ഥികളാണ്, ഞാൻ അതിലേക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് എന്താണ് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പരമാവധി കയറാൻ നോക്കുക. പിന്നെ വാട്ട് ഈസ് റൈറ്റ് ഇഷ്യൂ? റൈറ്റ് ഇഷ്യൂ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എ റൈറ്റ് ഇഷ്യൂ ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ബൈ എ കമ്പനി ഫോർ ഇറ്റ്സ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് ബിഫോർ ഓഫറിംഗ് ദം ടു ദ പബ്ലിക് എന്നുള്ളതാണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മളെന്താണ് ഷെയർ അവർക്ക് ആദ്യം കൊടുക്കുക, അവർക്ക് അതിനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, റൈറ്റ് കൊടുക്കുക. നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഷെയർ വിൽക്കാൻ ശ്രമിക്കുക, അവർക്ക് അവരറിയിച്ചിട്ട് ശേഷം അവർ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം പബ്ലിക്കിന് കൊടുക്കുക എന്നുള്ളതാണ്. സോ വി ആർ ഗിവിങ് എ റൈറ്റ് ടു ദം. ഓക്കെ, ഇനി എന്താണ് കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് ആണ്. ഓഫേർഡ് ഓൺലി ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. നിലവിലെ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. ഷെയർസ് ആർ ഇഷ്യൂഡ് ഇൻ പ്രൊപ്പോർഷൻ ടു എക്സിസ്റ്റിംഗ് ഹോൾഡിംഗ്. യൂഷ്വലി ഇഷ്യൂഡ് അറ്റ് ലോവർ പ്രൈസ് ആണ്, കുറഞ്ഞ വിലയ്ക്കാണ് ഇഷ്യൂ ചെയ്യുക. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് ദ ഫസ്റ്റ് റൈറ്റ് ടു സബ്സ്ക്രൈബ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യത്തെ റൈറ്റ് ഉള്ളത്. ഷെയർ ഹോൾഡേഴ്സ് മേ ആക്സെപ്റ്റ്, റിജക്റ്റ് ഓർ റിനൗൺസ് ദെയർ റൈറ്റ്സ്. ഷെയർ ഹോൾഡേഴ്സ് ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് റൈറ്റ്സ് റിനൗൺസ് ചെയ്യാം. ഹെൽപ്സ് എ കമ്പനി റേസ് അഡീഷണൽ ക്യാപിറ്റൽ. കമ്പനിക്ക് എന്താണ് അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യാം. പ്രിവെൻറ്റ്സ് ഡൈല്യൂഷൻ ഓഫ് ഓണർഷിപ്പ്. എന്താണ് ഡൈല്യൂഷൻ ഓഫ് ഓണർഷിപ്പ്, ഇത് പ്രിവെൻറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മുടെ ഈ പറയുന്ന നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് NPA. നോൺ പെർഫോമിംഗ് അസറ്റിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് എ ലോൺ ഓർ അഡ്വാൻസ് ഫോർ വിച്ച് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ റിമെയിൻസ് ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days ആണ്. പിന്നെ ക്ലാസിഫിക്കേഷൻ സ്റ്റാൻഡേർഡും സബ് സ്റ്റാൻഡേർഡ്സ് ഡൗട്ട്ഫുൾ ഉണ്ട്. സ്റ്റാൻഡേർഡിൽ എന്താണ് റെഗുലർ അസറ്റ് ആണ്, നോൺ ഡിഫോൾട്ട് ആണ്, ക്യാരി നോർമൽ ബിസിനസ് റിസ്ക് ആണ്, ലോവസ്റ്റ് പ്രൊവിഷൻ റിക്വയർമെന്റ് ആണ്. സബ് സ്റ്റാൻഡേർഡിൽ നിന്നാണ് അസറ്റ് റിമെയിൻ NPA അപ് ടു 12 months, റിക്കവറി അൺസർട്ടൺ ആണ്, പിന്നെ എന്താണ് ഹയർ പ്രൊവിഷനിങ് റിക്വയർഡ് ആണ്. പിന്നെ ഡൗട്ട്ഫുൾ അസറ്റിൽ നിന്നാണ് അസറ്റ് റിമൈനിങ് ഇൻ ദ സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ഫോർ മോർ ദാൻ 12 months ആണ്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡൗട്ട്ഫുൾ അപ് ടു 1 year ആണ്, ഡൗട്ട്ഫുൾ അപ് ടു 1 to 3 years, ഡൗട്ട്ഫുൾ മോർ ദാൻ 3 years. അങ്ങനെ മൂന്നായിട്ട് അതിന് എന്താണ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ലോസ് അസറ്റും വരുന്നുണ്ട്. കൺസിഡേർഡ് അൺകളക്റ്റബിൾ ആണ്, തീരെ കളക്ട് ചെയ്യാൻ പറ്റാത്ത. അപ്പോൾ NPA നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ, കിട്ടാക്കടം ആണ്. കിട്ടാക്കടത്തിനാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് കിട്ടാൻ കുറച്ച് ചാൻസ് ഉണ്ട്, കുറച്ചും കൂടി ചാൻസ് കുറവുള്ളതാണ്. അത് 12 മാസം വരെ നമുക്ക് എന്താണ് അടവ് വരാത്ത, നമ്മൾ ലോണ് കൊടുത്തിട്ട് തിരിച്ചടവ് 12 മാസം വരെ വന്നു കഴിഞ്ഞാൽ സബ് സ്റ്റാൻഡേർഡിലേക്ക് മാറ്റണം. പിന്നീട് 1 കൊല്ലം മുതൽ അങ്ങോട്ട് നിന്നാണ് ഡൗട്ട്ഫുൾ ആണ്. 1 കൊല്ലം അതിൽ തന്നെ 3 കാറ്റഗറി ഉണ്ട്. 1 കൊല്ലത്തിന് ശേഷം പിന്നെ 1 കൊല്ലം വരെ ഉള്ളത്, 1 കൊല്ലം മുതൽ 3 കൊല്ലം വരെയുള്ള വേറെ ഡൗട്ട്ഫുൾ അസറ്റ് ഉണ്ട്, 3 കൊല്ലത്തിന് മുകളിൽ ഡൗട്ട്ഫുൾ അസറ്റ് ഉണ്ട്. പിന്നെ എന്താണ് തീരെ കിട്ടില്ല, നമ്മളെ ലോൺ എടുത്ത ആൾ പേഴ്സണൽ ലോണൊക്കെ ആണെങ്കിൽ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോൺ റിക്കവർ ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ അത് 100% നമുക്ക് അതിന് പ്രൊവിഷൻ കൊടുക്കണം എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ എന്താണ് ആ പ്രോഫിറ്റ് നിന്ന് മാറ്റുക എന്നുള്ളതാണ്, അല്ലാതെ നഷ്ടം തന്നെയായിട്ട് മാറും എന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യുവേഷൻ ഇൻ ലൈഫ് ഇൻഷുറൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ലൈഫ് ഇൻഷുറൻസിൽ വാല്യുവേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. Valuation in life insurance refers to the actuarial valuation of liabilities to determine financial position of a life insurance company ആണ്. എന്താണ് വാല്യുവേഷൻ ഓഫ് ലൈഫ് ഇൻഷുറൻസ് എന്താ റെഫർ ചെയ്യുന്നത്? ആക്ച്വറിയൽ വാല്യുവേഷൻ ആണ് ഓഫ് ലയബിലിറ്റീസ് ടു ഡിറ്റർമൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമൈൻസ് ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ, ട്രൂ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അത് ഡിറ്റർമൈൻ ചെയ്യുന്നു. കാൽക്കുലേറ്റ്സ് ആക്ച്വറിയൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ആക്ച്വറിയൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഹെൽപ്സ് ഡിസൈഡ് ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ്, ബോണസ് എന്താണ് പോളിസി ഹോൾഡേഴ്സിന് ഡിസൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. എൻഷോർസ് adequate reserve എൻഷുർ ചെയ്യുന്നു. പ്രൊട്ടക്ട്സ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അസിസ്റ്റ് മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്നു. എൻഷുവേഴ്സ് കംപ്ലയൻസ് വിത്ത് IRDAI റെഗുലേഷൻ, ഇംപ്രൂവ്സ് എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. അതൊക്കെയാണ് അതിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ആക്വിസിഷൻ എന്ന് പറയുമ്പം ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേർഡാണ്.
അപ്പോൾ അതിന് മുൻപുള്ള പ്രോഫിറ്റാണ്, ആക്വിസിഷന് മുൻപുള്ള പ്രോഫിറ്റാണ് പ്രീ ആക്വിസിഷൻ പ്രോഫിറ്റ്. ആക്വിസിഷന് ശേഷമുള്ള പ്രോഫിറ്റാണ് പോസ്റ്റ് ആക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ നോക്കുക. പ്രീ ആക്വിസിഷൻ എന്താണ്? ഏൺഡ് ബിഫോർ ആക്വിസിഷൻ ആണ്. പോസ്റ്റ് ആക്വിസിഷൻ ഏൺഡ് ആഫ്റ്റർ ആക്വിസിഷൻ ആണ്. പ്രീ ആക്വിസിഷൻ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പോസ്റ്റ് ആക്വിസിഷൻ ട്രീറ്റഡ് ആസ് റവന്യൂ പ്രോഫിറ്റ് ആണ്. പിന്നീട് പ്രീ ആക്വിസിഷൻ യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ക്യാപിറ്റൽ റിസർവ് ഓർ ഗുഡ്വിൽ ആണ്. പോസ്റ്റ് ആക്വിസിഷൻ എന്താണ്? എയ്ഡഡ് ടു കൺസോളിഡേറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പിന്നെ പ്രീ ആക്വിസിഷൻ നോട്ട് അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബൈ ഹോൾഡിംഗ് കമ്പനി. പിന്നെ പോസ്റ്റ് ആക്വിസിഷൻ അവൈലബിൾ ഫോർ ഡിവിഡൻഡ് ആഫ്റ്റർ ആക്വിസിഷൻ. ഡിവിഡൻഡ് കൊടുക്കാൻ എന്താണ്? പ്രീ ആക്വിസിഷൻ പ്രകാരം പറ്റില്ല, പോസ്റ്റ് ആക്വിസിഷൻ പ്രകാരം പറ്റും. ഇൻക്ലൂഡഡ് ഇൻ നെറ്റ് അസറ്റ്സ് അറ്റ് ആക്വിസിഷൻ ആണ്. പ്രീ ആക്വിസിഷൻ എന്താണ്? ഇൻക്ലൂഡഡ് ആണ് നെറ്റ് അസറ്റിൽ. മറ്റേത് എന്താണ്? പോസ്റ്റ് ആക്വിസിഷൻ ഇൻക്ലൂഡഡ് അല്ല, നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നെറ്റ് അസറ്റ്സ് അറ്റ് ആക്വിസിഷൻ. ഇനി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ കാൽക്കുലേറ്റിംഗ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതും ഇതൊക്കെ നമ്മൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യനും 16ാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന എന്താണ് ആ ഒരു ചാപ്റ്ററിലുള്ളതാണ്. അപ്പോൾ NCI ഓർ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇസ് ദ പോർഷൻ ഓഫ് ഇക്വിറ്റി ഇൻ എ സബ്സിഡറി നോട്ട് ഓൺഡ് ബൈ ദ ഹോൾഡിംഗ് കമ്പനി. അതിൻ്റെ സ്റ്റെപ്സ്: determine the percentage held by minority shareholders, calculate the subsidiaries' share capital, add pre-acquisition reserves, add post-acquisition profits, deduct accumulated losses, if any, calculate minority shareholders' proportion, add their share of post-acquisition profit, പിന്നീട് എന്താണ്? present the NCI. ഇപ്പോൾ ഇതാണ് സ്റ്റെപ്സ്. ഓരോന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവസാനം എന്താണ്? നെറ്റ് അസെറ്റിൻ്റെ പെർസെൻറ്റേജ്, മൈനോറിറ്റി പെർസെൻറ്റേജ് എടുത്തിട്ടാണ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിന് പ്രൊവിഷൻ്റെ എമൗണ്ട് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെർസെൻറ്റേജ് അറിഞ്ഞിരിക്കണം. ടു ബി ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് GB ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ്, സബ് സ്റ്റാൻഡേർഡ് തന്നിട്ടുണ്ട്. ഡൗട്ട്ഫുൾ ഫോർ 1, ഡൗട്ട്ഫുൾ ഫോർ 3 years, 1 year, 3 year, പിന്നെ ഡൗട്ട്ഫുൾ ഫോർ മോർ ദാൻ 3 years, ലോസ് അസെറ്റ്സ്. ഓക്കെ, ആദ്യം നിങ്ങൾ എന്താണ് ഇത് നോക്കി വെക്കുക. അതായത് എത്രയൊക്കെയാണ് എമൗണ്ട്. ഇതേപോലെ നമ്മൾ എന്താണ് ഗിവൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ പെർസെൻറ്റേജുകളാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താണ് ഇതിൻ്റെ റേറ്റ്, സ്റ്റാൻഡേർഡ് അസെറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, സബ് സ്റ്റാൻഡേർഡ് അസെറ്റിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, P&Lലേക്ക് കൊടുക്കേണ്ടതാണല്ലോ, പ്രൊവിഷൻസ് കാണിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ എന്താണ് നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ചാപ്റ്റർ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആ നോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് 40% ആണ്, 0.4% പോയിൻ്റ് ആണ്. സബ് സ്റ്റാൻഡേർഡ് 15, ഡൗട്ട്ഫുൾ അപ് ടു 1 year 25%, പിന്നീട് ഡൗട്ട്ഫുൾ അപ് ടു 1 to 3 years 40%, ഡൗട്ട്ഫുൾ ഫോർ മോർ ദാൻ 3 years 100, ആൻഡ് ലോസ് അസെറ്റ് ഈസ് ഓൾസോ 100. അങ്ങനെ നമ്മൾ എന്താണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട്, പിന്നെ അതിൻ്റെ ഓരോ പെർസെൻറ്റേജസ് എഴുതിയിട്ട് എന്താണ് ടോട്ടൽ എമൗണ്ട് എഴുതുക എന്നുള്ളതാണ്. ആ പ്രൊവിഷൻ എഴുതി വെക്കുക എന്നുള്ളതാണ്. ആ റേറ്റുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. വൈ ലിമിറ്റഡ് ആസ് 1 lakh equity shares of ₹10 each fully paid up, it is resolved to issue fully paid bonus shares in the ratio of 1 share for every 5 shares held. The company has capital redemption reserve 1 lakh, securities premium balance of 1,50,000, and profit and loss account balance 80,000. Give journal entries in connection with bonus issuer. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് ബോണസ് ഷെയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സിസ്റ്റിംഗ് 1 lakh ഷെയർസ് ആണുള്ളത്. ബോണസ് 1:5 അല്ലേ കൊടുത്തിരിക്കുന്നത്? അതെ, 1 share for every 5 share held ആണ്. അങ്ങനെ 20,000 ഷെയർ. ഇതിൻ്റെ 1:5 എടുക്കുമ്പോൾ ഈ 1 ബോണസ് ഷെയറും 5 ഷെയറുകൾ 1 ഷെയർ ബോണസ് ഷെയർ ആണ്. അപ്പോൾ ഈ 1 ലക്ഷത്തിൽ എന്താണ് 20,000 ഷെയറുകൾ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ബോണസ് ഇഷ്യൂ. അതിൻ്റെ എമൗണ്ട് 2 ലക്ഷം വരും. യൂട്ടിലൈസേഷൻ ഓഫ് റിസർവ് ആണ്. റിക്വയർഡ് എമൗണ്ട് 2 ലക്ഷം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് വരുന്നത് 1 ലക്ഷമാണ്. സെക്യൂരിറ്റീസ് പ്രീമിയം 1,50,000. P&L അക്കൗണ്ട് 80,000. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് രണ്ടും മതി. ക്യാപിറ്റൽ CRRും സെക്യൂരിറ്റീസ് പ്രീമിയം മതി. റിമൈനിങ് സെക്യൂരിറ്റീസ് പ്രീമിയം 50,000 ആൻഡ് P&L അക്കൗണ്ട് ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഓഫ് 80,000 ആർ നോട്ട് റിക്വയർഡ്. പിന്നെ ജേണൽ എൻട്രീസ് ചെയ്താണ് CRR, പിന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ടു ബോണസ് ഷെയർസ്.
പിന്നീട് എന്താണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ആണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ലെറ്റർ ഡെബിറ്റ്. ഇവിടെ ടൈപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്. കാര്യം നമ്മൾ എഴുതുന്ന പോലെ ഈസി ആയിട്ട് ടേബിളിൽ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാൻ പ്രയാസമാണ്. ജേണൽ എൻട്രീസ് പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഡെബിറ്റ് എന്ന് ഇവിടെ എഴുതുക. അപ്പം ഡെബിറ്റിൽ നിന്നാണ് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ബീയിങ് 20,000 ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ റേറ്റ് 1 for every 5 ഷെയർസ് ആണ്. അപ്പോൾ 2 ലക്ഷമാണ് ബോണസ് ഷെയർ വരുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നീട് വന്നിരിക്കുന്നത് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇത് പാർട്ട് സെക്ഷൻ സിയിലുള്ളതാണ്. ടൈപ്പ് ചെയ്യാൻ വിട്ടതാണ്. 10 മാർക്ക്. അപ്പോൾ 19 20 ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്താണ് എസ് എ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. എസ് എ മാത്രം നിങ്ങൾക്ക് ഓപ്ഷനാണ്. അത് രണ്ടും ഒരിക്കലും എഴുതാൻ നിൽക്കരുത്. അത് ഏതെങ്കിലും ഒന്ന് എഴുതി വെക്കുക. അത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു എന്താണ് നിങ്ങൾക്കറിയാം, ഈ ഒരു എസ് എയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ പ്രാധാന്യം എഴുതുക എന്നുള്ളതാണ്. ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എന്താണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എഴുതി വെക്കുക. എസ് എ ഒക്കെ അങ്ങനെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്താണ് ഒരു സ്ട്രക്ചർ പിടിച്ച് എഴുതുന്നതാണ് ഏറ്റവും നന്നാവുക. പിന്നീട് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ടു പ്രസൻറ്റ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. പ്രസൻ്റ് ആണ്. ഒരു എൻ്റയർ ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഷോ ഓവറോൾ പ്രോഫിറ്റബിലിറ്റി കാണിക്കുക. എലിമിനേറ്റ് ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസ്. കമ്പനികൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻ എലിമിനേറ്റ് ചെയ്യുക. ടു പ്രൊവൈഡ് ബെറ്റർ ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സിന് ബെറ്റർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ടു ഹെൽപ്പ് ക്രെഡിറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക. ടു ഡിറ്റർമൈൻ ഗുഡ് വിൽ ഓർ ക്യാപിറ്റൽ റിസർവ്. ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടും ഡിറ്റർമൈൻ ചെയ്യുക. ടു ഡിറ്റർമൈൻ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. ടു കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റുകളാണ്. ചിലതൊക്കെ നമുക്ക് തന്നെ സ്വന്തം എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാം. നമുക്ക് ഗവൺമെൻറ്റിന് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ. പിന്നീട് എന്താണ് ഇമ്പോർട്ടൻസ് ആണ്. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ കൊടുക്കുന്നു. ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, പിന്നെ കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ട്രാൻസ്പെറൻസി ഇമ്പ്രൂവ് ചെയ്യുന്നു. ഹെൽപ്സ് ഇൻ പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. യൂസ്ഫുൾ ഫോർ ഷെയർ ഹോൾഡേഴ്സ്. പിന്നീട് യൂസ്ഫുൾ ഫോർ ഗവൺമെൻറ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസ്. യൂസ്ഫുൾ ഫോർ ക്രെഡിറ്റ് റേറ്റിംഗ്. ലിമിറ്റേഷൻസും കൂടി കൊടുത്തിട്ടുണ്ട്. പ്രിപ്പറേഷൻ കോംപ്ലക്സ് ആണ്. അതേപോലെ ടൈം കൺസ്യൂമിംഗ് ആണ്. ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ് എമംഗ് subsidiaries may require adjustments. Consolidation may hide poor performance of an individual subsidiary. Requires elimination of numerous intercompany transactions. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നീട് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മറ്റൊരു എസ് എ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ തിയറി അത് അറിയുകയാണെങ്കിൽ അതിലേക്ക് പോവുക. ഇനിയിപ്പോൾ പ്രോബ്ലം ആണെന്നെങ്കിൽ അതിലേക്ക്. പിന്നെ രണ്ടും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഫോർമാറ്റുകൾ നിങ്ങൾക്ക് അറിയെങ്കിൽ അതെങ്കിലും വരച്ചു വെക്കുക. കാര്യം അതിനൊക്കെ മാർക്ക് ഉണ്ടാവും. പ്രോബ്ലം ആകുമ്പോൾ നമുക്ക് എന്താണ് ഏകദേശം എല്ലാം നമ്മൾ ആ ചെയ്തൊരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മാർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് പ്രോബ്ലത്തിലാണ്. അപ്പോൾ അതിൽ എന്താണ് നമ്മുടെ അടുത്ത് ജേണൽ എൻട്രീസ് ആണ്. അതായത് ഇൻഷുറൻസിൻ്റെ ആണ്. അതിൽ ക്ലെയിം ഡ്യൂറിങ് ദ ഇയർ വന്നിട്ടുണ്ട്. ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ വന്നിട്ടുണ്ട്. റീ ഇൻഷുറൻസ് ക്ലെയിം, എക്സ്പെൻസസ് ഓൺ ക്ലെയിം ഇൻറ്റിമേറ്റഡ് ആൻഡ് അക്സെപ്റ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 1,20,000. അത് കഴിഞ്ഞാൽ ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് ആക്സെപ്റ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ 90,000. അപ്പോൾ അതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. ക്ലെയിം ഡ്യൂറിങ് ദി ഇയർ, ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ, റീ ഇൻഷുറൻസ് ക്ലെയിം, എക്സ്പെൻസസ് ഓൺ ക്ലെയിം, പിന്നീട് അങ്ങനെ ഓരോന്നും കൊടുത്തു. അതിൻ്റേതാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഗിവൺ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതി വെക്കുക ആൻസറിൽ. ഇനി കാൽക്കുലേഷൻ ഓഫ് ക്ലെയിംസ് ടു ബി ഡെബിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട് ആണ്. അപ്പോൾ ക്ലെയിംസ് പെയ്ഡ്, ക്ലോസിങ് എന്ത് ആഡ് ചെയ്യണം? ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആഡ് ചെയ്യണം. ക്ലെയിം ഇൻറ്റിമിനേറ്റഡ് ബട്ട് നോട്ട് ആക്സെപ്റ്റഡ് ആഡ് ചെയ്യണം. ക്ലെയിം എക്സ്പെൻസസ് ആഡ് ചെയ്യണം. മൈനസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം, മൈനസ് റീ ഇൻഷുറൻസ് ക്ലെയിം. എന്നിട്ട് അതിൻ്റെ വർക്കിംഗ് നിങ്ങൾ എന്താണ് ഇവിടെ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലെയിം എന്താണ് 31 ലക്ഷം വരും. അപ്പോൾ നോക്കി നോക്കുക. ക്ലെയിം ഡ്യൂറിങ് ദ ഇയർ, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്, ആഡ് എന്നാണ് ക്ലെയിംസ് ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് ആക്സെപ്റ്റഡ്. പിന്നെ എന്താണ് ആഡ് എക്സ്പെൻസസ് ഓൺ ക്ലെയിം ആണ്. പിന്നെ ലെസ് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ്, ലെസ് റീ ഇൻഷുറൻസ് ക്ലെയിംസ് ടു ബി ഡെബിറ്റഡ് ടു റവന്യൂ അക്കൗണ്ട് എത്ര. എന്നിട്ട് ജേണൽ എൻട്രി ചെയ്താണ്. ക്ലെയിം പേ ഡ്യൂറിങ് ദ ഇയർ 32 ലക്ഷം അല്ലേ, 32 lakh. പിന്നീട് എന്താണ് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. അപ്പോൾ അതിനൊക്കെ ജേണൽ എൻട്രി ചെയ്താണ്. ക്ലെയിംസ് അക്കൗണ്ട് ടു ബാങ്ക് ആണ്. പെയ്ഡ് ഡ്യൂറിങ് ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ടു ഔട്ട്സ്റ്റാൻഡിങ് ക്ലെയിം ആണ്. ക്ലെയിം ഇൻറ്റിമിനേറ്റഡ് ബട്ട് നോട്ട് ആക്സെപ്റ്റഡും എന്താണ് ക്ലെയിംസ് ടു ഔട്ട്സ്റ്റാൻഡിങ് തന്നെ. ക്ലെയിംസ് ഓൺ എക്സ്പെൻസസ് ഓൺ ക്ലെയിംസ് അക്കൗണ്ട് ടു ബാങ്ക് ഓർ ക്യാഷ്.
റീഇൻഷുറൻസ് ക്ലെയിം എന്താണ്? റീഇൻഷുറൻസ് ക്ലെയിം റിസീവബിൾ, അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്ലെയിംസ് അക്കൗണ്ട്. അത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ക്ലെയിംസ് ടു റവന്യൂ അക്കൗണ്ട് ആണ്. റവന്യൂ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്ലെയിംസ് അക്കൗണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്താണ് ജേണൽ എൻട്രീസ് ചെയ്ത്. അപ്പോൾ ഇതാണ് എസ് എ വരുന്നത്. വളരെ കുറഞ്ഞ മിനിമലിസ്റ്റിക് ആയിട്ടാണ് പ്രോബ്ലംസ് നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ കഴിഞ്ഞ വർഷം 2025 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് സാധനം, അതായത് ഈ ഒരു നോട്ട് ഞാൻ നമ്മുടെ വാട്സപ്പ് ചാനലിലേക്ക് അത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് ചാനൽ ലിങ്ക് കാണാം. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഈ നോട്ട് തന്നിരിക്കും. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കീയുമാണ് കേട്ടോ. നമ്മളെ ഫുൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചെറിയ ഇതാണ് നമ്മൾ മൈനറായിട്ടുള്ള നോട്ട്സൊക്കെ നമ്മൾ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഫുൾ സെറ്റ് നമ്മൾ ആ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. അതാണ് ആ നമ്പർ നമ്മളെന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിലേക്കൊന്ന് നിങ്ങളെന്താണ് വേണമെന്നുണ്ടെങ്കിൽ